കഴിഞ്ഞ ദിവസം ഒരു കുടുംബം എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനെത്തി. അവരുടെ കേസ് കേട്ടപ്പോൾ അത് എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. അതാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആ പെൺകുട്ടിയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണ് കൗൺസിലിങ്ങിന് കാരണമായിട്ടുള്ളത്. അവർ പറഞ്ഞ ഒരു വിഷയം, അവർ ദാമ്പത്യ ജീവിതം ആരംഭിച്ചിട്ട് 10-12 വർഷങ്ങളായി. പക്ഷേ ആ പെൺകുട്ടിയുടെ ഓരോ വാക്കുകളും റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്നത്, എനിക്ക് ജീവിതത്തിൽ ഒരു സന്തോഷമില്ല. ഞാൻ അന്വേഷിച്ചു എന്താണ് ഈ സന്തോഷം ഇല്ലാതാവാനുള്ള കാരണം. അതായത് അവൾ പറഞ്ഞൊരു കാര്യം, എൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഉണ്ട്. അവർക്ക് കൂടുതൽ വരുമാനങ്ങളൊന്നുമില്ല, സമ്പാദ്യങ്ങളില്ല, പക്ഷെ വളരെ ഹാപ്പി ആയിട്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും അധ്വാനിക്കുന്ന അവരുടെ അധ്വാനം ഏറ്റവും നല്ല രൂപത്തിൽ അവർ ചെലവഴിക്കുന്നുണ്ട്, അവർ യാത്ര പോകുന്നുണ്ട്, അവരുടേതായിട്ടുള്ള സന്തോഷങ്ങൾ കണ്ടെത്തുന്നുണ്ട്. എൻ്റെ കുടുംബം സാമ്പത്തികമായിട്ട് അത്യാവശ്യം നല്ല അവസ്ഥയിലാണുള്ളത്. എൻ്റെ ഭർത്താവിന് അത്യാവശ്യം നല്ല ജോലിയുണ്ട്, എനിക്ക് 2-3 കുട്ടികളുണ്ട്. പക്ഷേ എൻ്റെ കുടുംബത്തിൽ എനിക്കൊരു സന്തോഷവും കിട്ടുന്നില്ല. കാരണം എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ സമയം ചിലവഴിക്കുന്നില്ല, എന്നോട് വേണ്ടത്ര സംസാരിക്കുന്നില്ല. മനസ്സ് തുറന്നുള്ള ഒരു ആത്മബന്ധം ഞങ്ങൾ തമ്മിലുള്ള, ഇതാണ് എന്നെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്നത്. വീട്ടിൽ എത്തുന്ന ഭർത്താവ് ജോലി കഴിഞ്ഞെത്തുമ്പോൾ അദ്ദേഹം എന്നോടൊപ്പം ഒരു അരമണിക്കൂറെങ്കിലും സമയം ചിലവഴിച്ച് എന്നോട് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മനസ്സിന് നൽകുന്ന ആനന്ദം വളരെ വലുതാണ്. പലപ്പോഴും ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ചെല്ലാറുണ്ട്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താ ഇപ്പൊ നിന്നോട് ഇത്ര സംസാരിക്കാനുള്ളത്? എന്നും നമ്മൾ കാണുന്നവരല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ മക്കളുടെ കൂടെ, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ എൻ്റെ ഏറ്റവും വിലപ്പെട്ട സമയം ചിലവഴിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഒരു സന്നദ്ധത അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്നത്. പ്രിയ പ്രേക്ഷകരെ, നമ്മൾ മനസ്സിലാക്കേണ്ട, ജീവിതത്തിൽ, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ ഇന്ന് ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഇതാണ്: കമ്മ്യൂണിക്കേഷൻ മിസ്സിങ്. അതായത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ അനിവാര്യമായും ഉണ്ടാവേണ്ടത് പരസ്പര ധാരണയും പരസ്പര സംസാരവുമാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഭർത്താവിനോടൊപ്പം സമയം ചിലവഴിക്കാനും അദ്ദേഹം പരിഗണിക്കുവാനും അതോടൊപ്പം തന്നെ അദ്ദേഹം സംസാരിക്കാനുമാണ്. ഈ സംസാരത്തിനുള്ള സമയം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ജീവിതത്തിൽ വലിയ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ശൂന്യത അവിടെ ഉണ്ടാവുന്നതായിരിക്കും. അതുകൊണ്ട് ദാമ്പത്യം പരിലസിക്കണമെങ്കിൽ, മനോഹരമാവണമെങ്കിൽ ഭാര്യയുമായി, മക്കളുമായി, ഭർത്താവുമായി സംസാരിക്കാനുള്ള ഏറ്റവും ക്വാളിറ്റി ടൈം നമ്മൾ കണ്ടെത്തുക തന്നെ വേണം.